10ാം ക്ലാസ്സിലെ മക്കളുമാരെ ദ വേ ടു സക്സസ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. പരീക്ഷയ്ക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സമയമില്ല. ടെക്സ്റ്റ് വായിക്കണം. ഒന്നാമത്തെ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളൊന്ന് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ദാണ്ടേ ബോർഡിലേക്കൊന്ന് നോക്കിയേ. സൗണ്ട് എന്ന ചാപ്റ്ററാണ്. 4 ബോക്സ്, 4 കോളങ്ങൾ. 2 കോളം തരും. ബാക്കി 2 നമ്മൾ പൂരിപ്പിക്കണം. എങ്ങനെ? ദോലനങ്ങളുടെ എണ്ണം 20, അതിനെടുത്ത സമയം 5, ആവൃത്തിയുണ്ട്, പീരിയഡ്. ഇത് രണ്ടും കണ്ടുപിടിക്കണം. ആവൃത്തിയും കണ്ടുപിടിക്കണം, ഫ്രീക്വൻസിയും പീരീഡും നമ്മൾ കണ്ടുപിടിക്കണം. അറിയാവുന്ന സമവാക്യം എന്താണ്? F = N/T, 20/5, 4 ഹെർട്സ്. ഫ്രീക്വൻസി തിരിച്ചിട്ടാൽ പീരീഡ് കിട്ടും. അപ്പോൾ 1/F ആണ്. അതായത് 1/4, 0.25 സെക്കൻഡ്. ഒരു ദോലനത്തിന് എടുക്കുന്ന സമയമാണ് പീരീഡ്. ടൈം ഫോർ 1 ഓസിലേഷൻ. അടുത്ത് നോക്കാം. N കണ്ടുപിടിക്കണം. T ഉണ്ട്, F ഉണ്ട്, പീരിയഡും കണ്ടുപിടിക്കണം. N കണ്ടുപിടിക്കാൻ ഇക്വേഷൻ N = F × T. F ഉണ്ടല്ലോ 10, T ഉണ്ടല്ലോ 10. അപ്പോൾ N = 100. കണ്ട, 100 ദോലനങ്ങൾ. F തിരിച്ചിട്ടാൽ പീരീഡ് ആകും. കണ്ട, 10 തിരിച്ചിട്ടാൽ 0.1 സെക്കൻഡ്. ഇത് പ്രതീക്ഷിച്ച് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഈ ഒരു ചോദ്യം വളരെ പ്രാധാന്യം ഉള്ളതാണ്. അടുത്ത് നോക്കുക. 5 ഹാക്സ ബ്ലേഡുകൾ മേശപ്പുറത്ത് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഉത്തേജിപ്പിക്കുന്ന ഒരു ട്യൂണിംഗ് ഫോർക്ക്, എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക് മേശപ്പുറത്ത് വെച്ചാൽ എല്ലാ ബ്ലേഡുകളും കമ്പനി ചെയ്യും. എന്നാൽ ഏതെല്ലാം ബ്ലേഡുകൾ ഒരേപോലെ കമ്പനി ചെയ്യും? നാച്ചുറൽ ഫ്രീക്വൻസി, സ്വാഭാവിക ആവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണിത്. ഒരേ നീളമുള്ളത് 1, 3, 5. കണ്ട, അത് 3ഉം ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യും. അടുത്തത് 2ഉം 4ഉം ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യും. ഇത് ടെസ്റ്റിനകത്ത് ഉള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്തതായിട്ടൊന്ന് നോക്കിയേ. ഉത്തേജിപ്പിച്ച ട്യൂണിംഗ് ഫോർക്കിൻ്റെ തണ്ട് മേശപ്പുറത്ത് വെച്ചു. ശബ്ദ ഉച്ചത്തിൽ കേൾക്കുന്നു. കാരണമെന്ത്? ഈ കമ്പനം ഏതാണ്? ഈ പ്രതിഭാസം ഏതാണ്? The stem of an exit tuning fork is pressed on the surface of a table. The sound is heard loudly. Why? 2 ഉത്തരം. രണ്ട് വാചകങ്ങൾ അവിടെ എഴുതണം. 1, സർഫസ് ഓഫ് ദ ടേബിൾ ഈസ് മോർ. മേശയുടെ പ്രതല വിസ്തീർണം കൂടുതലാണ്, സർഫസ് ഏരിയ കൂടുതലാണ്. രണ്ടാമത്തേത്, ദ സർഫസ് ഓഫ് ദ ടേബിൾ വൈബ്രേറ്റ് വിത്ത് ദ സെയിം ഫ്രീക്വൻസി ഓഫ് ദ ട്യൂണിംഗ് ഫോർക്ക്. ട്യൂണിംഗ് ഫോർക്കിൻ്റെ അതേ ആവൃത്തിയിൽ മേശയുടെ പ്രതലം കമ്പനം ചെയ്യുന്നത് കൊണ്ടാണ് ശബ്ദം ഉച്ചത്തിൽ കേൾക്കുന്നത് എന്ന് അവിടെ എഴുതണം. ഈ വൈബ്രേഷനാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ, അല്ലെങ്കിൽ പ്രണോദിത കമ്പനം. ദിസ് ഫിനോമിന, ഈ പ്രതിഭാസമാണ് അനുനാദം, റെസണൻസ് എന്ന് തിരിച്ചറിയുക. ഇതൊക്കെ പ്രാധാന്യമർഹിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി അടുത്ത് നോക്കിയേ. 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തരുന്നു. അതിനെ നമ്മൾ തരം തിരിച്ചെഴുതണം. അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവുമായിട്ട് തരം തിരിച്ചെഴുതണം. ദാണ്ടേ, ശൃംഗങ്ങളും ഗർത്തങ്ങളും ഷോർട്ട് ഫോമാണ്. ക്രസ്റ്റും ട്രഫും ആണെങ്കിൽ അത് അനുപ്രസ്ഥ തരംഗമാണ്. അതവിടെ എഴുതണം. ഇനി മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്നത് അനുദൈർഘ്യ തരംഗമാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. മൂന്നാമത്തേത്, കണികകൾ ലംബമായിട്ട് കമ്പനം ചെയ്യുന്നത്. പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, അത് ട്രാൻസ്വേഴ്സ് വേവാണ്. അടുത്തത്
ഉച്ചമർദ്ദ മണ്ഡലങ്ങളും നീചമർദ്ദ മണ്ഡലങ്ങളും ഉണ്ടാകുന്നു. കണ്ടൻസേഷനും റെയറിഫാക്ഷനും ഉണ്ടാകുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. തരം തിരിച്ച് നമ്മൾ എഴുതി പഠിക്കണം. 1 3 അനുപ്രസ്ഥ തരംഗം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, 2 4 1 3 ട്രാൻസ്വേഴ്സ് വേവ്, 1 ശൃംഗങ്ങളും ലംബമായി കമ്പനം ചെയ്യുന്നത് അത് 1 3 ട്രാൻസ്വേഴ്സ് വേവ്, 2 4 ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. തിരിഞ്ഞു പോകരുത്. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യനാണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നീട് ശരിയായ ബന്ധം കണ്ടെത്തുവാൻ ശബ്ദം അനുദൈർഘ്യ തരംഗമാണ്. ശബ്ദം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെങ്കിൽ പ്രകാശം എന്താണ്? അനുപ്രസ്ഥ തരംഗമാണ്, ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അതേപോലെ ആവൃത്തി തരംഗദൈർഘ്യം മീറ്റർ ആണെങ്കിൽ, വേവ് ലെങ്ത് മീറ്റർ ആണെങ്കിൽ ആവൃത്തി എന്തായിരിക്കും? ഹെഡ്സ്. ആവൃത്തി ഹെഡ്സ് ആണ് എന്ന് പഠിച്ചു വെക്കണം. ഇനി ആവൃത്തിയും തരംഗദൈർഘ്യം തമ്മിലുള്ള ബന്ധമെന്ന്, ദ റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്, ദേ ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. എന്താ? വിപരീത അനുപാതത്തിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദേ ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അങ്ങനെ വരുമ്പോൾ അവർ മൂന്നും തമ്മിലുള്ള ബന്ധം എന്താണ്? അതുപയോഗിച്ചൊരു കണക്ക് നമ്മൾ പ്രതീക്ഷിക്കണം. V = F × ലാംഡ. ആവൃത്തി കണ്ടുപിടിക്കണമെങ്കിൽ V/λ. തരംഗദൈർഘ്യം കണ്ടുപിടിക്കണമെങ്കിൽ V/f. ഈ 3 ഇക്വേഷൻ ഏതെങ്കിലും ഒന്ന് നമുക്ക് പരീക്ഷയ്ക്ക് പ്രോബ്ലം ഉണ്ടായിരിക്കും. ഇനി ഉദാഹരണം, ഫ്രീക്വൻസി 500 ഹെർട്സും തരംഗദൈർഘ്യം 2 മീറ്ററുമാണെങ്കിൽ പ്രവേഗം എത്ര? F × λ 500 × 2 1000 m/s. ഇതൊക്കെ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കേണ്ടുന്ന ചോദ്യങ്ങളാണ്. 10 മിനിറ്റ് വീഡിയോ ആയിരിക്കും ഞാൻ ഇടുന്നത്. വായിക്കണം, ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എത്തിക്കാനുള്ളവരത്തൊക്കെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം. ഓക്കെ, അടുത്ത ഇതിൻ്റെ ബാക്കി ഭാഗം തൊട്ട് പിറകെ വരുന്നതായിരിക്കും. പരീക്ഷയ്ക്ക് മുമ്പ് 3 ചാപ്റ്ററിൽ നിന്നുള്ള വീഡിയോകൾ ഉണ്ടാകും. പഠിക്കണം, നല്ല മാർക്ക് വാങ്ങിക്കണം. ദ വേ ടു സക്സസ് നിങ്ങളോടൊപ്പമുണ്ട്. ബൈ ബൈ.